സ്നേഹത്തോടെ കരങ്ങളടിച്ച് ബഹുമാനപ്പെട്ട ജിനച്ചനെ നമുക്ക് പ്രത്യേകം കോട്ടാശ്രമത്തിലേക്ക് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി. ഈശോയെ സ്തോത്രം, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മളിന്ന് ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ ഈ പോട്ടയുടെ ആശ്രമത്തിൻ്റെ ഈ പുണ്യഭൂമിയിൽ നമ്മളെല്ലാവരെയും ഒന്നിച്ചു ചേർത്ത ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഓരോ നിമിഷവും ദൈവം നമ്മളെ പരിപാലിക്കുന്നുണ്ട്. ഇന്നിവിടെ എത്തിച്ചേരുന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് വ്യക്തിപരമായി വലിയ ഒരു ദൈവ പരിപാലന അനുഭവിക്കാനായിട്ട് സാധിച്ചു. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുൻപ് ഇങ്ങോട്ട് KSRTC ബസ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ഇവിടെ ഒരു 9:30 ആകുമ്പോൾ എത്തുന്നത് പോലെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്തു കൃത്യസമയത്ത് ഇവിടെ എത്തിപ്പെടുമെന്നൊക്കെ ഓർത്തു. പക്ഷെ എൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛന് തലേ ദിവസം പൊക്കോ, അച്ഛൻ ഇവിടെ എത്തുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മനസ്സിലാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ സ്വീകരിച്ചില്ല, ഓർത്തില്ല. പക്ഷേ എങ്കിലും അച്ഛൻ എന്നോട് സ്നേഹബുദ്ധിയാണ് പറഞ്ഞതാണല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇന്നലെ തന്നെ ടിക്കറ്റ് മാറ്റിയെടുത്ത് ഇങ്ങോട്ട് പുറപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇന്നലെ 7 മണിക്ക് എത്തേണ്ട ഞാനായിരുന്നു. എത്തിയപ്പോൾ രാത്രി 9 മണിയായി. 2 മണിക്കൂർ ലേറ്റായി. ഇന്ന് ഇവിടെ 9:30 എത്താൻ ഇരുന്നായിരുന്നെങ്കിൽ ഇന്ന് ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് ഞാൻ ബസ്സിലായിരുന്നേനെ. ദൈവത്തിൻ്റെ വലിയ പരിപാലനയാണ് നമ്മളെ ഓരോ നിമിഷവും നയിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതോ വലുതോ ആയ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഈ വലിയ പരിപാലന തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത ഒരു വാക്കുണ്ട്. നമുക്ക് പല ഡിക്ഷണറി അല്ലേ, ഇംഗ്ലീഷിൻ്റെ ഡിക്ഷണറി ഉണ്ട്, മലയാളത്തിൻ്റെ ഡിക്ഷണറി ഉണ്ട്. അങ്ങനെ ദൈവത്തിന് ഒരു ഡിക്ഷണറി ഉണ്ട്. ആ ഡിക്ഷണറിയിൽ ഇല്ലാത്ത ഒരു വാക്കാണ് ആകസ്മികത എന്ന്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് ആകസ്മികമായി സംഭവിച്ചു, ഈ രോഗം ആകസ്മികമായിട്ട് വന്നു, ഈ കടക്കണി ആകസ്മികമായിട്ട് വന്നു, അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആകസ്മികമായിട്ട് വന്നു. പ്രിയമുള്ളവരെ, ആകസ്മികമായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഈ മണിക്കൂറിൽ നമ്മൾ തിരിച്ചറിയണം. ആകസ്മികമായി ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ അറിവിലാണ് സംഭവിക്കുന്നത് എന്നുള്ള വലിയ സത്യം നമ്മൾ തിരിച്ചറിയുകയാണ്. ഓരോ നിമിഷവും ദൈവം നമ്മളെ പരിപാലിക്കുകയാണ്. നമ്മളെ സൃഷ്ടിച്ചിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞു പോയ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. സൃഷ്ടിച്ചിട്ട് ഉപേക്ഷിച്ച് കളയുകയല്ല ചെയ്ത്, മറിച്ച് ഓരോ നിമിഷവും നമ്മളെ പരിപാലിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം അതാണ്, പരിപാലിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഈ ഒരു ബോധ്യം രൂഢമൂലമാകണം. ദൈവം നമ്മളെ പരിപാലിക്കുന്നുണ്ട്. ഇനി ഈ പരിപാലനയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് പ്രതിസന്ധികളില്ലെന്നാണോ? അല്ല. പ്രതിസന്ധികളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. ദൈവം നമ്മുടെ കൂടെ ഇല്ല എന്ന് നമുക്ക് തോന്നുന്ന അനേക അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ അപ്പോഴും ദൈവം നമ്മുടെ കൂടെയുണ്ട്. പണ്ടൊരു പാട്ട് കേട്ടിട്ടുണ്ട്. ദൈവത്തെ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ദൈവത്തെ ഒരാൾ അന്വേഷിച്ച് നടക്കുകയാണ് ജീവിത സായാഹ്ന തീരത്ത്. അപ്പം അയാൾ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇവന് ഉത്തരം കൊടുക്കുകയാണ്, നിന്റെ കൂടെ എന്നും ഞാനും ഉണ്ടായിരുന്നു. അവൻ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ 4 കാൽപ്പാടുകൾ കാണാം. അപ്പോൾ ദൈവം അവനോട് പറയുകയാണ്, 2 കാൽപ്പാടുകൾ നിൻ്റെ ആയിരുന്നു, 2 കാൽപ്പാടുകൾ നിൻ്റെ പിന്നാലെ നടന്ന എൻ്റെ കാൽപ്പാടുകളായിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ തിരിച്ച് ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, എങ്കിൽ എൻ്റെ ഈ പ്രതിസന്ധികൾ വന്നപ്പോൾ ഞാൻ ഈ 4 കാൽപ്പാടുകൾ കണ്ടില്ലല്ലോ, 2 കാൽപ്പാടുകളെ കണ്ടുള്ളൂ, നീ എവിടെ പോയി? അപ്പോൾ ദൈവം ഇവനോട് പറയുകയാണ്, മകനെ, അന്നും അത് ഞാനായിരുന്നു,
നീ അന്ന് കണ്ട 2 കാൽപ്പാടുകൾ അത് നിന്റെ കാൽപ്പാടുകളല്ല, എൻ്റെ കാൽപ്പാടുകളാണ്. നീ അന്ന് എൻ്റെ തോളിലായിരുന്നു. എത്ര വലിയ ഒരു സത്യം ഒരു കുഞ്ഞ് ഗീതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവം കൂടെയില്ലെന്ന് നമ്മൾ ഓർക്കുമ്പോഴും പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ദൈവത്തിൻ്റെ തോളിലാണ്. ഒരു നിമിഷം പോലും ദൈവം നമ്മളിൽ നിന്ന് അകന്നിരിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ മനോഹരമായി ദൈവപരിപാലനയെക്കുറിച്ച് പറയുന്നുണ്ട്. ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വചനങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ദൈവം നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ വിലപ്പെട്ടവരാണ്. തുടർന്ന് ഈശോ പറയുകയാണ്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. നാളത്തെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസവും അതതിൻ്റെ ക്ലേശം മതി. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാം ആവശ്യമാണെന്ന് നമ്മുടെ സ്വർഗത്തിലുള്ള അപ്പന് അറിയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെല്ലാവരും ദൈവ മക്കളാണ്. നമ്മുടെ അപ്പൻ അറിയാം നമുക്ക് എന്തൊക്കെ വേണമെന്ന്. നമുക്ക് സൗഖ്യം ആവശ്യമാണെന്ന് നമ്മുടെ അപ്പൻ അറിയാം. നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികളിൽ അതിനൊരു പരിഹാരം ആവശ്യമാണെന്ന് നമ്മുടെ അപ്പൻ അറിയാം. നമ്മുടെ വേദനകളിൽ നമുക്ക് ആശ്വാസം ആവശ്യമാണെന്ന് ദൈവത്തിനറിയാം. ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ അറിവിലാണ് സംഭവിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ പ്രിയമുള്ളവരെ, നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഒരു ഉറപ്പാണ് ഞാൻ ദൈവമകനാണ്, ഞാൻ ദൈവമകളാണ് എന്നുള്ളത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ മാമോദീസ സ്വീകരിച്ചപ്പോൾ, അല്ലെ, നമ്മൾക്ക് മാമോദീസ സ്വീകരിച്ചവരാണ്. മാമോദീസ സ്വീകരിച്ച നമുക്ക് എന്താ സംഭവിച്ചേ? ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ മാറി. നമ്മൾ ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമായി നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. അതുവഴി നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. ഒരു വലിയ ഒരു കാര്യമാണ് നമ്മളിൽ സംഭവിച്ചത്. മാമോദീസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും എല്ലാം നമ്മൾ ഈ ആത്മാവിൻ്റെ വലിയ നിറവിൽ ഓരോ നിമിഷവും നയിക്കപ്പെടുകയാണ്. മാമോദീസായിൽ തൈലാഭിഷേകത്തിൽ നമുക്ക് കാർമികൻ ഒരു മുദ്രയിടുന്നുണ്ട്. നമുക്ക് അതിനെ ഇംഗ്ലീഷിൽ ഇൻഡെലിബിൾ മാർക്ക് എന്നൊക്കെ പറയും. മായാത്ത മുദ്ര എന്നാണ് പറയുന്നത്, മായാത്ത മുദ്ര. പിന്നെ ഈ മായാത്ത മുദ്ര കിട്ടുന്നത് തിരുപ്പട്ടത്തിലാണ്. ഒരു അച്ഛനെ പുരോഹിതനായി മെത്രാൻ അഭിഷേകം ചെയ്യുമ്പോഴേ ഈ മായാത്ത മുദ്ര കിട്ടുന്നത്. ഈ മായാത്ത മുദ്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. മായാത്ത മുദ്ര നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്, അത് മായ്ക്കപ്പെടുകയില്ല. ഒരിക്കൽ വരയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് മായ്ക്കപ്പെടുകയില്ല. നമ്മൾ ഒരിക്കലും ദൈവമകനായി ദൈവമകളായി എന്ന് അങ്ങനെ നമ്മൾ മാറിക്കഴിഞ്ഞാൽ, ദൈവം നമ്മളെ ദൈവമകളായി ദൈവമകനായി ഉയർത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്ത് നിന്ന് നമ്മളെ ആർക്കും മാറ്റാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് മാമോദീസായിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം തൈലാഭിഷേകത്തിലൂടെയും മാമോദീസായിലൂടെയും സ്വീകരിച്ചവരാണ് നമ്മൾ. ഇനി മായാത്ത മുദ്ര ഒരാൾക്ക് നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ സാധാരണഗതി നഷ്ടപ്പെടുകയില്ല. അയാൾ ബോധപൂർവം ദൈവത്തോട് മറുതലിക്കണം. എനിക്ക് ദൈവം വേണ്ട എന്ന് ബോധപൂർവം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി അയാൾ പറയണം. അതുകൊണ്ടാണ് ഈ മാരകപാപമൊക്കെ ചെയ്തെങ്കിൽ പോലും ദൈവം നമ്മിൽ എന്തുകൊണ്ട് അനുതാപം സൃഷ്ടിക്കുന്നേ? നമ്മിൽ ഈ മായാത്ത മുദ്രയുള്ളത് കൊണ്ടാണ്.
പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് വീണ്ടും ദൈവമകനും ദൈവമകളുമാക്കി നമ്മളെ മാറ്റണമെന്ന് ദൈവം അത്യധികം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വീണ്ടും തിരിച്ചു വന്ന് ദൈവമക്കളുടെ ആ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 14 മുതലുള്ള വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഒന്ന് ഉറക്കെ വായിക്കാം നമുക്ക്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് എങ്ങനെയാ വിളിക്കുന്നത്? ആബാ പിതാവേ എന്ന്. മക്കൾക്ക് മാത്രം അപ്പനെ വിളിക്കാൻ പറ്റുള്ളൂ. അല്ല, വഴിയെ പോകുന്ന ആരെങ്കിലും ചേട്ടനെ കണ്ടിട്ട് അപ്പാന്ന് വിളിക്കുവോ? ഇല്ല. മക്കളുടെ സ്വാതന്ത്ര്യമാണ് അപ്പനെ അപ്പാന്ന് വിളിക്കുക എന്നുള്ളത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ അപ്പ എന്ന് വിളിക്കാനായിട്ട് യോഗ്യമാക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം ദൈവമക്കളെങ്കിൽ അവകാശികളുമാണ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. അപ്പൊ മക്കൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാമോ എന്നുള്ള ആശങ്കയ്ക്കുള്ള ഉത്തരവായിരുന്നു. മക്കളാണെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ അവകാശമാണ് പീഡ അനുഭവിക്കുക എന്നുള്ളത്. സഹനം എന്നുള്ളത് ക്രിസ്ത്യാനിയുടെ അവകാശമാണ്. സഹനത്തിലൂടെ മാത്രമേ നമുക്ക് മഹത്വപ്പെടലുള്ളൂ. അത് രോഗമാണോ, സാമ്പത്തിക പ്രതിസന്ധിയാണോ, തെറ്റിദ്ധാരണകളാണോ, എന്ത് പ്രതിസന്ധിയാകാം, അതെല്ലാം സഹനങ്ങളാണ്. അത് വെറുതെയുള്ള സഹനങ്ങൾ, നമ്മൾ ഒറ്റയ്ക്ക് സ്വീകരിക്കുന്ന സഹനങ്ങളല്ല. വചനം നമ്മെ പഠിപ്പിക്കുകയാണ് അത് ഈശോയോട് കൂടെയുള്ള സഹനങ്ങളാണ്. ഈശോയോട് കൂടെ ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് നമ്മൾ ഈശോയോട് കൂടെ സഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ വീണ്ടും നമ്മളോട് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 11-ാം വാക്യം. മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. ഹല്ലേലൂയ. മക്കൾക്ക് നല്ലത് കൊടുക്കണമെന്ന് ഹൃദയത്തില് ദുഷ്ടതയുള്ളവർക്ക് പോലും തോന്നുന്നെങ്കിൽ ഇത്ര നല്ലവനായ ദൈവം തൻ്റെ മക്കൾക്ക് നല്ലത് കൊടുക്കാതിരിക്കുമോ? പ്രിയമുള്ളവരെ, ഈ മക്കളുടെ ഈ അനുഭവം നമുക്കുണ്ടാകണം. അതെപ്പോഴും ഉണ്ടാകണം. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവ ആശ്രയത്വം എന്ന് പറയുന്നത്. നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവത്തെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം, ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് സെമിനാരിയിൽ ജോയിൻ ചെയ്യാനായി അനേക വർഷങ്ങളായുള്ള ആഗ്രഹമായിരുന്നു. 10-ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരി ജോയിൻ ചെയ്യാൻ വേണ്ടിയിരുന്നു. അങ്ങനെ സെമിനാരിയിൽ ഞങ്ങൾക്ക് വലിയ ടെസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്. 80 പേര് വന്നു. അതിൽ നിന്ന് 25 പേരെ എടുക്കുള്ളൂ. അങ്ങനെ അതെല്ലാം കടത്തി 25 പേരിൽ ഒരാളായിട്ട് ദൈവം തിരഞ്ഞെടുത്തു. അങ്ങനെ വലിയ സന്തോഷമായി. ഇങ്ങനെ വെള്ള ഷർട്ടൊക്കെ തയ്ച്ച് സെമിനാരി ചേരാൻ വേണ്ടി തയ്യാറായി നിന്ന സമയത്ത് ഒരു വലിയ അസുഖം എന്നെ പിടിപെട്ടു. മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ. അപ്പോൾ സെമിനാരി ചെയ്യുന്നതിന് മുമ്പ് വലിയ ആഗ്രഹമായിരുന്നു, ഒരു ധ്യാനം കൂടണം. ജീവിതത്തിൽ ഒരിക്കലും ധ്യാനം കൂടിയിട്ടില്ല. മുരിങ്ങൂർ എന്ന ഡിവൈനിൽ ധ്യാനം കൂടാൻ വേണ്ടി വലിയ ആഗ്രഹം. വീട്ടുകാർക്ക് അന്ന് ഇത്ര 10-ാം ക്ലാസ് ആയപ്പോൾ ആ ധ്യാനം കൂടാൻ പോകണമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ അവരോടൊക്കെ നിർബന്ധം പിടിച്ച് ഞാൻ ധ്യാനം കൂടാൻ പോവുകയാണ്. അന്ന് ധ്യാനം തുടങ്ങി. ധ്യാനത്തിന് തൊട്ട് മുൻപ് എനിക്ക് ചെറുതായി കഴുത്തിനൊക്കെ വേദന തുടങ്ങി. അത് കഴിഞ്ഞ് ധ്യാനം തീർന്ന അന്ന് തന്നെ ഞാൻ ആശുപത്രിയിലായി. ഏകദേശം 1 മാസത്തോളം ആശുപത്രിയിൽ കടന്നു. അന്ന് എനിക്കുണ്ടായ ഒരു പ്രത്യേക അസുഖം, അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല. നീണ്ട നാളുകൾ അത് കണ്ടുപിടിക്കാനായിട്ട് കഷ്ടപ്പെട്ടു.
ഒടുവിൽ അതൊക്കെ കുറേ കഴിഞ്ഞ് അസുഖം കണ്ടുപിടിക്കുകയും ആ വർഷം പക്ഷേ എനിക്ക് സെമിനാരി ചേരാനായിട്ട് സാധിച്ചില്ല. വീണ്ടും +2 ഒക്കെ കഴിഞ്ഞ് സെമിനാരി ചേരാൻ വേണ്ടി ഇരുന്നപ്പോൾ വീണ്ടും ഒരു അസുഖം വരികയാണ്. ഒരു സർജറിയൊക്കെ ചെയ്യേണ്ട അവസ്ഥ വന്ന് ഒരു ആശുപത്രി കിടക്കുമ്പോൾ അന്ന് സെമിനാരി ചേർന്നിട്ടില്ല. ഞാൻ കടന്ന മുറിയുടെ പുറത്തുകൂടി ഒരു വൈദികൻ കടന്നുപോയി. ആ കടന്നുപോയ വൈദികൻ മുറി കടന്നുപോയി തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് മുറിക്കുള്ളിൽ കയറി വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, മോനെ, നീ ആരാന്നോ എന്താന്നോ ഒന്നും എനിക്കറിയില്ല, പക്ഷേ ഈ മുറിക്ക് മുമ്പിൽ കൂടെ പോയപ്പോൾ ദൈവം എന്നോട് ഒരു കാര്യം പറഞ്ഞു, നിനക്ക് ഒരു സന്ദേശം തരണം. ഞാൻ ചോദിച്ചു, അച്ഛാ എന്താ? എനിക്ക് മനസ്സിലായില്ല. നമ്മളെപ്പോഴും പറയുമല്ലോ, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രമെന്ന്. എൻ്റെ കൊച്ച്, ഒരു കാര്യം കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കണം, ദൈവമേ ആശ്രയം. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പ്രകരണം, ഒരു പ്രാർത്ഥന ഇങ്ങനെ ചെല്ലണമെന്ന് തിരിച്ചറിഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്രകാരം അങ്ങനെ അച്ഛൻ പറഞ്ഞു. അപ്പം ഞാനത് സ്വീകരിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു പോയി. പിന്നെ ജീവിതത്തിൽ വലിയ കടുത്ത പ്രതിസന്ധികളൊക്കെ വന്നു. പല രോഗാവസ്ഥകളിൽ കൂടെ വന്നു. സെമിനാരിയിൽ നിന്ന് 2 തവണ എന്നെ പറഞ്ഞു വിടാൻ വേണ്ടി തീരുമാനിച്ചു. അതിൽ 1 തവണ പറഞ്ഞു വിട്ടു. പക്ഷെ ആ സമയത്തൊക്കെ ഈ ദൈവമകൻ്റെ സ്വാതന്ത്ര്യത്തോടെ നിന്ന് അപ്പ എന്ന് വിളിച്ച് ഈശോയെ മുറുകെ പിടിക്കാൻ ആ സമയത്ത്, പ്രതിസന്ധിയുടെ സമയത്ത് എനിക്ക് കഴിയുമായിരുന്നില്ല. പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ, മാമോദീസായിൽ നമ്മിൽ സന്നിവേശിപ്പിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ അന്ന് കരുത്ത് നൽകി. അതുകൊണ്ട് ദൈവമേ ആശ്രയം, ദൈവമേ ആശ്രയം. എന്നോട് പ്രതിസന്ധി ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നവരോടെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും ഫലപ്രദവും ലളിതവുമായ മരുന്നാണ് ദൈവമേ ആശ്രയം. അതൊരു പൂർണ്ണമായ സമർപ്പണമാണ്. നീ ഉള്ളൂ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവാണിത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണല്ലോ റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം നമ്മൾ എപ്പോഴും പറയുന്ന വാക്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അത് നന്മയായാലും തിന്മയായാലും. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വലിയ പ്രതിസന്ധികൾ വരും. നമുക്ക് വിചാരിക്കാത്ത തിന്മകൾ എന്ന് തോന്നുന്ന വിധത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോഴും അപ്പോഴും നമ്മുടെ ഈ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ദൈവത്തിലുള്ള ആശ്രയത്വം നമ്മൾ വിട്ടുകളയരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പ്രതിസന്ധികളിൽ നമുക്ക് ഏറ്റവും ശക്തി പകരേണ്ട കാര്യമാണ്, എൻ്റെ ഈ വേദനകൾ ഉണ്ടായത്, എൻ്റെ ഈ ദുഃഖങ്ങൾ ഉണ്ടായത് ദൈവത്തിൻ്റെ അറിവിലാണ് സംഭവിച്ചത്. ദൈവത്തിൻ്റെ അറിവിലാണ്. ദൈവം എല്ലാം അറിയുന്നവനാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, ആകസ്മികമായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം അറിയുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? അതുകൊണ്ട് ഇത് നമ്മളെ സംബന്ധിക്കുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യമായിട്ട് മാറണം. നമ്മുടെ കുടുംബത്തിൽ ഒരു വലിയ തിന്മ ഭവിച്ചു, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും അനർത്ഥം വന്നു, അവരിലൂടെ എന്തെങ്കിലും തിന്മ കടന്നു വന്നു. അപ്പോൾ നമ്മൾ നിരാശപ്പെട്ട് തകർന്നടിഞ്ഞു പോവുകയല്ല ചെയ്യേണ്ടത്. ഇതും ദൈവത്തിൻ്റെ അറിവിലാണ് സംഭവിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും നല്ല ഒരു വിശേഷണമായിട്ട് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, തിന്മയിൽ നിന്ന് പോലും നന്മയുളവാക്കുന്ന ദൈവം. അല്ലേ? നമ്മൾ നന്മ കിട്ടണം എന്ന് പറയും, ദൈവത്തോട് പറയും. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ കരുണയാണ്. തിന്മയിൽ നിന്ന് പോലും നന്മ ഉളവാക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള അസ്വസ്ഥതയുടെ അവസരങ്ങളെ എല്ലാം കൃപയൊഴുകുന്ന അവസരങ്ങളാക്കി മാറ്റാൻ ഈശോയ്ക്ക് സാധിക്കുമെന്ന് നമ്മൾ ഹൃദയത്തിൽ കോറിയിടണം. ഈശോ അതുകൊണ്ട് തന്നെ നമ്മളോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ആകുലരാകേണ്ട, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പിന്നെ എന്നാ പറഞ്ഞിരിക്കുന്നേ?
പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട എന്ന് പറഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും എങ്ങനെ? കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികളിൽ എന്ത് ചെയ്യണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. കൃതജ്ഞതാ സ്തോത്രം നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുമ്പോൾ കൃതജ്ഞതാ സ്തോത്രം പ്രത്യേകിച്ച് ഒരു വികാരവും നമുക്ക് തോന്നുന്നില്ല, അല്ലേ? എന്നാൽ ഈ വിശുദ്ധ ഗ്രന്ഥം രചിക്കപ്പെട്ട ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ ഈ ബൈബിള് ഭാഗം വായിക്കുമ്പോൾ ഈ കൃതജ്ഞതാ സ്തോത്രത്തിന് കൊടുത്തിരിക്കുന്ന വാക്ക് എന്നാണെന്നറിയാവോ? എൗക്കരിസ്തിയ എന്ന് പറയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ വാക്കെന്താ? എൗക്കരിസ്തിയ. ഈ വാക്ക് എവിടെയും കേട്ടിട്ടുണ്ടോ? യൂക്കരിസ്റ്റ്, യൂക്കരിസ്റ്റ്, എൗക്കരിസ്തിയ, യൂക്കരിസ്റ്റ്. വിശുദ്ധ കുർബാനയെ വിളിക്കുന്ന പേരാണ് എൗക്കരിസ്തിയ. അപ്പോൾ നമുക്ക് പ്രതിസന്ധികളിൽ, ബുദ്ധിമുട്ടുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും വിശുദ്ധ കുർബാനയിൽ നമ്മുടെ യാചനകൾ ദൈവത്തിന് സമർപ്പിക്കുക. വലിയ ഒരു താക്കോലാണിത്. നമ്മുടെ പ്രതിസന്ധികൾക്കുള്ള വലിയ ഒരു താക്കോലാണിത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തുകൊണ്ടായിരിക്കും പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയാൻ കാരണം? നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആരാധനയാണ് പരിശുദ്ധ കുർബാന. നമുക്ക് ഒരു 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 മനുഷ്യ വ്യക്തിക്ക് ദൈവത്തോടുള്ള സ്നേഹം പ്രകടമാക്കാൻ എത്രത്തോളം പരമാവധി അയാൾ ആഗ്രഹിക്കുന്നു അത്രത്തോളം അയാൾ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരും, ഭക്തിയോടെ, ശ്രദ്ധയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഇത് വലിയ ഒരു താക്കോലാണ്. നമ്മുടെ പ്രതിസന്ധികൾ ഇങ്ങനെ പരിഹരിക്കപ്പെടാതെ തുടരുകയാണ്, നമ്മുടെ വേദനകൾ പരിഹരിക്കപ്പെടാതെ തുടരുകയാണ്, നമ്മുടെ രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടാതെ പോവുകയാണ്. വലിയ പ്രതിസന്ധിയാണ്. രോഗാവസ്ഥയുണ്ട്, പക്ഷെ എന്നെ അന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഡോക്ടർമാരിലേക്ക് പോവുകയാണ്, മരുന്ന് കഴിക്കുന്നുണ്ട് ഇഷ്ടം പോലെ, പക്ഷെ രോഗം തിരിച്ചറിയാൻ പറ്റുന്നില്ല. അനേകായിരങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ ഇപ്രകാരം രോഗം തിരിച്ചറിയാൻ പറ്റാതെ മാനസികമായി അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുന്ന ആളുകൾ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് ക്രിസ്തീയ പ്രവൃത്തികളെക്കാളും വലുതാണ് വിശുദ്ധ കുർബാന. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ക്രിസ്തീയ പ്രവൃത്തികളും വിശുദ്ധ കുർബാനയ്ക്ക് താഴെയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ അനുഷ്ഠിക്കുന്ന എല്ലാ ഭക്താനുഷ്ഠാനങ്ങളും, ഇപ്പം നമ്മൾ കേൾക്കുന്ന ഈ വചന പ്രഘോഷണവും ദിവ്യകാരുണ്യ ആരാധനയും, അല്ലെങ്കിൽ നമ്മൾ പരിത്യാഗത്തോടെ നടത്തുന്ന കുരിശിൻ്റെ വഴിയും, നമ്മൾ ത്യാഗം അനുഷ്ഠിച്ച് എടുക്കുന്ന ഉപവാസങ്ങളും, ഇതെല്ലാം വിശുദ്ധ കുർബാനയോട് നമുക്ക് തുലനം ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാവോ? നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നു. വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ നമ്മുടെ അറിവിൻ്റെ പരമാവധിയിൽ നമ്മൾ ഭക്തിപൂർവ്വം പങ്കുചേർന്നു. ആ കുർബാന തീരുന്ന നിമിഷം മുതൽ അടുത്ത കുർബാന വരെയാണ് നമ്മുടെ ജീവിതം. അടുത്ത കുർബാന വരെ വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കമാണ് നമ്മുടെ ജീവിതം. ഒരു കുർബാനയ്ക്കും ഇടയിലാണ് ഒരു ക്രിസ്ത്യാനി തൻ്റെ ജീവിതം അളക്കേണ്ടത്, അതിനുവേണ്ടി ഒരുങ്ങേണ്ടത്. അതുകൊണ്ട് ഈശോ എപ്പോഴും പറയുമല്ലോ, തയ്യാറായിരിക്കണം. എപ്പോഴും നമ്മൾ തയ്യാറായിരിക്കണം. വിശുദ്ധ കുർബാനയുടെ ഇടവേളകളാണ് നമുക്ക് തയ്യാറാകാനുള്ള അവസരങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചെറുപ്പകാലം മുതൽ, പ്രത്യേകിച്ച് സെമിനാരിയിൽ ചേർന്ന നാളുകൾ മുതൽ ഒത്തിരി ആളുകൾ എൻ്റെ അടുത്ത് വന്ന്, ഞങ്ങൾ അച്ഛന്മാരുടെ അടുത്തും സിസ്റ്റേഴ്സിൻ്റെ അടുത്തും പ്രത്യേകം പറയും, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ പറയും, ഉറപ്പായിട്ട് ചേച്ചി പ്രാർത്ഥിക്കാം. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മനസ്സാക്ഷി കുത്തുണ്ടായി. അതായത് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് എപ്പോഴും അങ്ങ് പ്രാർത്ഥിക്കാൻ പലപ്പോഴും മറന്നുപോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞവരോടൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ വിശുദ്ധ കുർബാനയുടെ ഒരു മഹത്വത്തെക്കുറിച്ച് മനസ്സിലായതും
വിശുദ്ധ കുർബാനയിൽ നമ്മൾ സമർപ്പിക്കുന്ന ഒരു നിയോഗവും ഫലമില്ലാതെ പോകില്ല എന്ന് തിരിച്ചറിഞ്ഞതും. അതുകൊണ്ട് ആദ്യം ചെയ്യുന്ന കാര്യം, എന്നോടിപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, നാളത്തെ വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കത്തിൻ്റെ സമയമാണല്ലോ, അവരെ നാളത്തെ വിശുദ്ധ കുർബാനയിൽ അവരെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിക്കും. അത്ഭുതകരമെന്ന് പറയട്ടെ, ഈ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവരുടെ എല്ലാം കാര്യങ്ങൾ പയ്യെ മാറി വരുന്നത് അവർ തന്നെ വിളിച്ച് പറയും, അച്ഛാ ഈ പ്രതിസന്ധി എന്ത് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു, പക്ഷെ അത്ഭുതകരമായിട്ട് മാറിപ്പോയി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഈ ഒരു ഒരുക്കത്തിൻ്റെ ഒരു അവസ്ഥ കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റണം. ഒരു കുർബാനയിൽ നിന്ന് അടുത്ത കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം. അതുകൊണ്ട് ഇന്ന് മുതൽ ഇപ്പം നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികളെല്ലാം ഇപ്പം തന്നെ ഈശോയെ നാളത്തെ വിശുദ്ധ കുർബാനയിൽ ഞാൻ സമർപ്പിക്കുന്നു. ഈശോയ്ക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല കാഴ്ചയാണ് അത്. ഇനി എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന ഇത്രമാത്രം ശ്രേഷ്ഠമായിരിക്കുന്നത്? നമ്മൾ പറഞ്ഞല്ലോ, ഏത് ഭക്താനുഷ്ഠാനത്തെക്കാളും നമ്മൾ ചെയ്യുന്ന വ്യക്തിപരമായി ചെയ്യുന്ന ഏത് ആത്മീയ പ്രവൃത്തികളെക്കാളും വലുതാണ് വിശുദ്ധ കുർബാനയെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? സഭാപിതാക്കന്മാരൊക്കെ വിശുദ്ധ കുർബാനയെ വിളിക്കുന്ന പേര് റാസ എന്നാണ്. റാസ, നമ്മൾ റാസ കുർബാനയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ കുർബാനയെ തന്നെ സഭാപിതാക്കന്മാർ വിളിക്കുന്ന പേര് റാസ എന്നാണ്. റാസ എന്ന വാക്കിൻ്റെ അർത്ഥം മിസ്റ്ററി എന്നാണ്, വലിയ രഹസ്യമാണ്. നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത, മനുഷ്യ മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത വലിയ രഹസ്യമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയെ ശരിക്കും മനസ്സിലാക്കുന്നതിൽ നമുക്ക് വലിയ ഒരു കുറവ് സംഭവിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയും ഇത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ ബലഹീനരായ ദയനീയരായ മനുഷ്യരാണ് എന്നുള്ളതുമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് വിശുദ്ധ കുർബാന. പലപ്പോഴും നമ്മൾ വിശുദ്ധ കുർബാനയെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്നാ പറയുന്നത്? ഒരു നിർവചനം ചോദിച്ചാൽ അത് ഒരു ഓർമ്മയാചരണമാണ്, അല്ലെങ്കിൽ അന്ന് ഈശോ അർപ്പിച്ചത് നമ്മൾ ഓർമ്മിക്കുകയാണ്, അനുസ്മരണമാണ്, ഇതൊരു അനുഷ്ഠാനമാണ്, ഈശോയുടെ കുരിശിലെ ബലിയുടെ ഓർമ്മയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നു. അങ്ങനെയാണോ? പിന്നെ എന്താ? ഈശോയെ തന്നെ കിട്ടുന്നതാണ്. കാൽവരിയിൽ ഈശോ അർപ്പിച്ച അതേ ബലിയിൽ, വേറൊരു ബലിയല്ല, അതിൻ്റെ അനുസ്മരണമല്ല, ഓർമ്മയാചരണമല്ല, അതേ ബലിയിൽ നമുക്ക് അന്ന് കാൽവരിയിൽ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് ദൈവം നമ്മളോടുള്ള സ്നേഹത്താൽ അതേ ബലിയിൽ പങ്കുചേരാൻ നമ്മെ സഹായിച്ചതാണ്, അതിനവസരം നൽകിയതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോഴും നമ്മൾ ഓർക്കണം, നമ്മൾ കുരിശിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമുക്ക് വലിയ ഒരു തിരിച്ചറിവിന് കാരണമായി തീരണം. കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 26-ാമത്തെ വാക്യം. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 26-ാമത്തെ വാക്യം. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ്. എന്താണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് വലിയ ഒരു പ്രബോധനം നൽകിയ ശേഷം, അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധ കുർബാനയിലൊക്കെ ഉപയോഗിക്കുന്ന സ്ഥാപന വിവരണം പൗലോസ് അപ്പോസ്തലനാണ് ഏറ്റവും മനോഹരമായിട്ട് തന്നിരിക്കുന്നത് നമുക്ക് 11-ാം അധ്യായത്തിൽ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ. അതിനുശേഷം പൗലോസ് ശ്ലീഹ പറയുകയാണ്, നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര വലിയൊരു സത്യമാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നിങ്ങൾ കർത്താവിൻ്റെ മരണത്തിൽ തന്നെയാണ് പങ്കുചേരുന്നത്. ഇതൊരു അനുസ്മരണമോ ആഘോഷമോ അനുഷ്ഠാനമോ ഒന്നുമല്ല. കാൽവരിയിൽ അർപ്പിച്ച അതേ ബലിയാണ് ഇന്ന് ഇവിടെ അർപ്പിക്കപ്പെടുന്നത് എന്ന്
പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയെ ശ്രേഷ്ഠമാക്കുന്ന അടുത്ത കാര്യം, വിശുദ്ധ കുർബാന ഒരു കൂദാശയാണ് എന്നുള്ളതാണ്. കൂദാശയാണ്. എന്താ കൂദാശ എന്ന് പറഞ്ഞാൽ? കൂദാശയ്ക്ക് ഒരു നിർവചനം ചോദിച്ചാൽ നമ്മളൊക്കെ ചെറുപ്പകാലം മുതൽ പഠിക്കുന്നതാണ് കൂദാശയുടെ നിർവചനം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താ കൂദാശയുടെ നിർവചനം? അദൃശ്യമായ ദൈവ വരപ്രസാദത്തെ ദൃശ്യമാക്കുകയും സന്നിഹിതമാക്കുകയും ചെയ്യുന്ന രക്ഷാകരമായ അടയാളമാണ് കൂദാശ. നമുക്ക് കാണത്തില്ലാത്ത ദൈവത്തിൻ്റെ കൃപ നമുക്ക് കാണുന്ന രീതിയിൽ ദൈവം തന്നതാണ് കൂദാശകൾ. വിശുദ്ധ കുർബാനയിൽ എന്താ സംഭവിക്കുന്നത്? സ്വർഗം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന വലിയ കൃപകൾ നമുക്ക് കാണാൻ പറ്റിയല്ല, അത് കാണാൻ പറ്റുന്ന കാര്യമല്ല, അത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാക്കി നമുക്ക് തരുന്നതാണ് വിശുദ്ധ കുർബാന. ഹല്ലേലൂയ. 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 അതുകൊണ്ട് ഈശോ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് കൊണ്ട് ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഈശോ കണ്ടെത്തിയ, ലോകാവസാനം വരെ നമ്മെ സ്നേഹിക്കുന്നതിന് വേണ്ടി ഈശോ കണ്ടെത്തിയ മാർഗമാണ് പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് കൂദാശകളുടെ ഇടയ്ക്ക് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. കാരണം ഈ കൂദാശ ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. ഈശോ തന്നെ ബലി അർപ്പിച്ചുകൊണ്ടാണല്ലോ നമ്മോടുള്ള സ്നേഹം മുഴുവനും പ്രകടമാക്കിയത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച്. ലോകത്തിൽ തനിക്ക് 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ അന്ത്യത്താഴത്തിൻ്റെ അവസരത്തിൽ ഈശോ പറയുന്നുണ്ട്. നിങ്ങൾ ഈ ലോകം വിട്ട് പിതാവിന്റെ 13-ാം അധ്യായം 1-ാം വാക്യം. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നദ്ധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു. എവിടം വരെ സ്നേഹിച്ചു? അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹത്തിന് ഒരു പരിധി നിശ്ചയിക്കാത്ത വിധത്തിൽ അങ്ങ് സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ പേരാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധ കുർബാനയുടെ മൂല്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ജോൺ മരിയ വിയാനി പുണ്യവാനൊക്കെ പറയും, നിങ്ങൾ മരിച്ചു പോകുമെന്നാണ് പറഞ്ഞു. ഇതിൻ്റെ മഹത്വം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ മരിച്ചു പോകും. പ്രിയമുള്ളവരെ, ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവം ആരെയും ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഈശോയുടെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ട് പ്രവാചകന്മാരിലൂടെയൊക്കെ വെളിപ്പെട്ട പേരാണല്ലോ ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാ? ദൈവം നമ്മോടുകൂടെ. യഥാർത്ഥത്തിൽ ആ പേര് അന്വർത്ഥമാകുന്നത് വിശുദ്ധ കുർബാനയിലാണ്. ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇപ്പം നമുക്കും പറയാമല്ലേ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. വിശുദ്ധ കുർബാനയിൽ നമ്മോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. 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 അതുകൊണ്ട് അളവില്ലാത്ത കൃപകൾ നമ്മുടെ മേൽ ചൊരിയപ്പെടുന്ന സമയമാണ് ഈ വിശുദ്ധ കുർബാനയുടെ സമയമെന്ന് പറയുന്നത്. നമുക്ക് 10,000-കണക്കിന് മണിക്കൂറുകൾ നമ്മൾ ഏത് പ്രാർത്ഥനകൾ ചൊല്ലിയാലും എന്തൊക്കെ അനുഷ്ഠിച്ചാലും അവിടെ ഒന്നും കിട്ടാത്ത കൃപകൾ ഈ 1 മണിക്കൂർ സമയം നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ഒപ്പമായിരുന്നു കൊണ്ട് ഈശോയെ നമ്മൾ ഉള്ളിൽ സ്വീകരിക്കുകയും ഈശോയുടെ ഉള്ളിൽ നമ്മളായിത്തീരുകയും ചെയ്യുകയാണ്. വിശുദ്ധ കുർബാനയിൽ ഈ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെയൊക്കെ സമയത്ത് കുട്ടികളോട് നമ്മൾ പറയും, എന്താ പറയുന്നത്? നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നിങ്ങളുടെ ഉള്ളിൽ വരും. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ആദ്യം സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? ഈശോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ. ആദ്യം ഏതാ പറയുന്നേ? എന്നിലും എന്നിലും ഞാൻ അവനിലും വസിക്കും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ആദ്യം നമ്മൾ ഈശോയുടെ ഉള്ളിലാവുകയാണ്. നോക്കി എത്ര വലിയ കാര്യമാണ് സംഭവിക്കുന്നേ.
പരിശുദ്ധ തൃത്വത്തിൻ്റെ ഉള്ളിലേക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മളെ ചേർത്ത് വെക്കുകയാണ്. രണ്ടാമതാണ് ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. നമ്മളെ പൊതിഞ്ഞു പിടിച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ചെപ്പിനുള്ളിൽ നമ്മളായിരിക്കുന്നു, നമ്മുടെ അകത്തും പുറത്തും എല്ലാം ഈശോ, പരിശുദ്ധ തൃത്വം. അത് എത്ര വലിയ ഒരു ഭാഗ്യമാണ് ദൈവം നമ്മളോട് കാണിക്കുക. എത്ര വലിയ കരുണയും സ്നേഹവുമാണ് ദൈവം നമ്മളോട് കാണിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയെ ശ്രേഷ്ഠമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമ്മളാണ്. നമ്മൾ ആരാധന നടത്തുന്ന നമ്മളാണ്. എന്നാൽ വിശുദ്ധ കുർബാന എന്നാ സംഭവിക്കുന്നതെന്ന് അറിയാവോ? നമ്മളല്ല ഇതൊന്നും ചെയ്യുന്നത്. ആ ഒരൊറ്റ കാരണമാണ് വിശുദ്ധ കുർബാനയെ ശ്രേഷ്ഠമാക്കുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസില് ലിറ്റർജിയെക്കുറിച്ചുള്ള, ആരാധനാക്രമത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്. ശിരസ്സായ മിശിഹ തൻ്റെ ശരീരമായ സഭയോട് ചേർന്ന് പിതാവിന് അർപ്പിക്കുന്ന ആരാധനയാണ് വിശുദ്ധ കുർബാന. അപ്പം ആരാധന അർപ്പിക്കുന്നത്? ഈശോയാണ് ആരാധന അർപ്പിക്കുന്നത്, നമ്മുടെ പ്രവൃത്തിയല്ല. ശിരസ്സായ മിശിഹ, ഹെഡ്, ഈ വിശുദ്ധ കുർബാനയെ അർപ്പിക്കുന്നത് ഈശോയാണ്. നമ്മളെല്ലാം ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് അതിൽ പങ്കുചേരുന്നുവെന്നേ ഉള്ളൂ. ഈശോ അർപ്പിക്കുന്ന ആരാധനയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് പൂർണ്ണമായിരിക്കും. നമ്മുടെ കുഴപ്പം എന്നാ? നമുക്കൊരു ജപമാല പോലും പല വിചാരം ഇല്ലാതെ ചെല്ലാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉറക്കം വരും. വിശുദ്ധ കുർബാനയെ പങ്കുചേരുമ്പോൾ പല വിചാരം. ഒരു ജപമാല എടുത്താൽ നാട്ടുകാരെ മൊത്തം നമുക്ക് ഓർമ്മ വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നാൽ ഈശോ അർപ്പിച്ച പ്രാർത്ഥനയുടെ പ്രത്യേകത, ആരാധനയുടെ പ്രത്യേകത, അത് പൂർണ്ണമാണ്. അവൻ ദൈവം തന്നെയാണ്. അതുകൊണ്ട് അത് പൂർണ്ണമാണ് എന്ന് പ്രിയമുള്ളവരെ നമുക്കറിയാം. ഈശോയുടെ ആരാധന പൂർണ്ണമാണ്. ശിരസ്സായി ഈശോയോട് ചേർന്ന് നമ്മളെല്ലാവരും പിതാവായ ദൈവത്തിന് ബലിയർപ്പിക്കുകയാണ് ഈശോയോട് ചേർന്ന്. അതുകൊണ്ട് ഈ പൂർണ്ണമായ പ്രാർത്ഥനയിൽ നമ്മളെ തന്നെ ഭരമേൽപ്പിക്കാൻ, നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. പലപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സഭ പഠിപ്പിക്കുന്ന ഒരു പ്രബോധനമാണ്. ഇപ്പം വിശുദ്ധ കുർബാനയെ അർപ്പിക്കുന്ന പുരോഹിതൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പുരോഹിതൻ ആ കുർബാന അർപ്പിക്കാൻ അയോഗ്യനാണെന്ന് വെച്ചോ. അദ്ദേഹത്തിന് എന്തോ കുർബാന അർപ്പിക്കാതിരിക്കാനുള്ള തക്കതായ ഒരു കുറവുണ്ട്. ആ അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാന അർപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ഫലമുണ്ടോ? ഇല്ലയോ? ഒരു സംശയം, കുറച്ച് പേർക്ക് സംശയം. ഇനി സംശയമില്ല, ഉണ്ട്. എന്തുകൊണ്ടാ ആ കുർബാനയ്ക്ക് ഫലം ഉണ്ടാകുന്നേ? ബലി അർപ്പിക്കുന്നത് ഈശോയാണ്, സഭ നൽകുന്ന പ്രബോധനമാണ്. ആ അച്ഛൻ്റെ യോഗ്യതയാലല്ല വിശുദ്ധ കുർബാനയിൽ നിന്ന് ദൈവജനത്തിന് കൃപയൊഴുകുന്നത്. അച്ഛൻ്റെ കാര്യം ദൈവവും അച്ഛനും തമ്മിലുള്ള ഇടപാട്, അവർ തമ്മിൽ തീർത്തോളൂ. നമുക്ക് ഒരു കുറവും വരികയില്ല. നോക്കിയേ, ദൈവത്തിന് ഒരു അച്ഛനിലൂടെ പോലും ദൈവജനത്തിനൊരു കുറവ് വരരുതെന്ന് ആഗ്രഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് വലിയ ആനന്ദം തരേണ്ട സ്വർഗീയ രഹസ്യമാണ് പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാന എന്ന് പറയും. വിശുദ്ധ കുർബാനയുടെ കൃപകള് ആർക്കും ദൈവം നിഷേധിച്ചിട്ടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിലുള്ള സജീവമായ ഭാഗഭാഗിത്വം നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റും. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ ആ അവസ്ഥ മുഴുവൻ ദൈവം പരിവർത്തനപ്പെടുത്തും. അസ്വസ്ഥതകൾ, പ്രതിസന്ധികളെല്ലാം ദൈവം അടിമുടി മാറ്റും. ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ ആ കാര്യം സമർപ്പിച്ചാൽ മതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളിപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ, ഇവിടെ ഓൺലൈനിൽ ശുശ്രൂഷ കൂടുന്നവർ, ഇവിടെ ആയിരിക്കുന്നവരും എല്ലാം ഈ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, രോഗാവസ്ഥകൾ, നമ്മുടെ കുടുംബത്തിലെ പ്രതിസന്ധികളൊക്കെ നമുക്ക് ഓർക്കാം. അതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക്, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് സമർപ്പിക്കാം. കുറവുകളെ നിറവുകളാക്കുന്ന തമ്പുരാൻ അതെല്ലാം എടുത്തു മാറ്റുമെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. നമുക്ക് വിചാരിക്കാൻ കഴിയാത്തത്ര
മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയിലൂടെ വരും എന്ന് നമുക്ക് ഓർക്കാം. ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് മുമ്പേ കുറച്ചു നേരം മുമ്പ് പറഞ്ഞല്ലോ, ഈ നമ്മളോട് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മനസ്സാക്ഷിക്കുത്ത് തോന്നും ആരെങ്കിലുമൊക്കെ മറന്നുപോയി കഴിഞ്ഞാൽ. അപ്പോൾ ഈ തത്വശാസ്ത്രം പഠിക്കുന്ന സമയത്ത് ചെയ്ത ഒരു കാര്യമാണ്, ഒരു ഡയറി എടുത്തിട്ട് നമ്മളോട് ഒരു ദിവസം പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുടെ പേര് മുഴുവനത്തിൽ എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ച് അത് പല പേജുകളായി ഡയറി തീരാറായ സമയത്ത് ഞാൻ പോലും അറിഞ്ഞില്ല, വെറുതെ ഒന്ന് മറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ആദ്യ സമയത്ത് ഈ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവരുടെ അവിടെയെല്ലാം ഞാൻ വെട്ടിയിട്ടിട്ടുണ്ട് ഇടയ്ക്ക്. കാരണം നമ്മൾ ഈ ലിസ്റ്റ് കൂടുന്തോറും നമ്മുടെ സമയം കൂടുമല്ലോ. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം വെട്ടിയിടും. ആ ഡയറിയാണ് എനിക്കുള്ള ഏറ്റവും വലിയ സാക്ഷ്യം. വിശുദ്ധ കുർബാനയെ നമ്മൾ സമർപ്പിക്കുന്ന യാതൊരു കാര്യങ്ങൾക്കും ഉത്തരമില്ലാതെ പോകില്ല. ആ ഡയറിയിലെ ഇവരുടെ ഈ സമർപ്പിച്ച നിയോഗങ്ങളെല്ലാം വെട്ടി അതെല്ലാം സാധ്യമായി. അപ്പോൾ ദൈവം നമ്മളോട് വലിയ കൃപയാണ്, കരുണയാണ് ഓരോ വിശുദ്ധ കുർബാനയിലും കാണിക്കുന്നത്. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയെ ശ്രേഷ്ഠമാക്കുന്ന അടുത്ത കാര്യം നമുക്കറിയാം. ഈ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സജീവമായ സാന്നിധ്യമുണ്ട്. ഈശോ തന്നെ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാവുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച തമ്പുരാൻ, മനുഷ്യാവതാരം എന്ന് പറഞ്ഞാൽ തന്നെ അത് നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത അത്ര താഴ്ന്നു വരല. അതും പോരാഞ്ഞ് ഫാൻ ഒന്ന് ഇച്ചിരി ശക്തി കൂട്ടിയിട്ടാ പറന്നു പോകുന്ന ഒരു ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിലേക്ക് ആരായത്? ദൈവം ആയത്. ആർക്ക് വേണ്ടിയായത്? നമുക്ക് വേണ്ടിയായത്, മനുഷ്യരായ നമുക്ക് വേണ്ടിയാണ്. ഇതിൽ കൂടുതൽ എങ്ങനെയാ ദൈവം, നമ്മൾ പറയുമല്ലോ ചങ്ക് പറിച്ച് കാണിക്കുക എന്നൊക്കെ പറയുമല്ലോ, ഇതിൽ കൂടുതൽ എങ്ങനെയാ ദൈവം തൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ അന്ത്യത്താഴ വേളയിൽ ഈശോ ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാര് എന്ന് വെച്ചാൽ അപ്പവും വീഞ്ഞും കിട്ടൂലോ എന്നുള്ള ബോധ്യത്തിലല്ല വിശുദ്ധ കുർബാന ഭക്ഷിച്ചത്. അവർക്കറിയാമായിരുന്നു ഇത് ഈശോയുടെ ശരീരമാണ്, ഈശോയുടെ രക്തമാണ് എന്നുള്ളത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസം പക്വതയുള്ളതായി തീരുന്നത് വിശുദ്ധ കുർബാനയിൽ ഈശോയെ നമുക്ക് കാണാൻ പറ്റുമ്പോഴാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ നടന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതമാണല്ലോ വിളക്കന്നൂരുള്ളത്, അല്ലേ? വിശുദ്ധ കുർബാന ഈശോയുടെ പടം ഇങ്ങനെ തെളിഞ്ഞു വന്നു. നമ്മളെല്ലാം പലരും അത് ചിത്രത്തിലൂടെയും നേരിട്ടും ഒക്കെ കണ്ടിട്ട് കാണും. അത് ദൈവം നമുക്ക് നൽകിയ ഒരു അടയാളമാണ്, അത്ഭുതമാണ്. ഇനി ആ അത്ഭുതം കണ്ടില്ലെങ്കിൽ കൂടി വിശുദ്ധ കുർബാനയിൽ ഈശോയെ കാണാനുള്ള തലത്തിലേക്ക് നമ്മുടെ വിശ്വാസം ഉയരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും നേരം നമ്മൾ കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന ഒരു അതിൻ്റെ ദൈവശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി എങ്ങനെയാണ് ഈ വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൽ അനുഭവവേദ്യമാകേണ്ടത്? എങ്ങനെയാണ് എനിക്ക് അനുഭവവേദ്യമാകുന്ന വിധത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാനായിട്ട് സാധിക്കുന്നത്? നമ്മളെപ്പോഴും പറയും വിശുദ്ധ കുർബാനയിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തും. പക്ഷേ ചിലപ്പോഴെങ്കിലുമൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ സമർപ്പിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ കുർബാന ഇത്രയും നിയമങ്ങളൊക്കെ സമർപ്പിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഫലം തോന്നിയില്ലല്ലോ. ഇങ്ങനെ വിഷമിക്കുന്ന കുറച്ച് പേരെങ്കിലുമൊക്കെ കാണുമായിരിക്കും. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ യോഗ്യതയോടെ പങ്കുചേരാനുള്ള മനോഭാവങ്ങൾ നമ്മിൽ വളർത്തിയെടുക്കണം. എന്താ ഈ മനോഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ? വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്ക് ആധികാരികമായ പ്രബോധനങ്ങൾ നൽകുന്നത് വിശുദ്ധ പൗലോസ്ലീഹയാണ്. കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആധികാരികമായ പ്രബോധനങ്ങൾ നമുക്ക് നൽകുകയാണ്.
കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1 ലേഖനം 11 അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥമുള്ളവരൊക്കെ ഒന്ന് എടുക്കുവാണെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1 ലേഖനം 11 അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയൊരു രഹസ്യമാണ്. എന്താ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? ആരെങ്കിലും അയോഗ്യതയോടുകൂടി കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരായി തെറ്റു ചെയ്യുന്നു. എന്താ ഈ അയോഗ്യത എന്ന് പറഞ്ഞാൽ? എന്താ അയോഗ്യത? വിശുദ്ധ കുർബാന അയോഗ്യതയോടെ സ്വീകരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? എന്താ വിശുദ്ധ കുർബാനയിൽ അയോഗ്യതയോടെ പങ്കുചേരുക, അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ? പാപാവസ്ഥയിൽ, കുമ്പസാരിക്കാത്ത അവസ്ഥയിൽ, അല്ലേ? നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം അതിൻ്റെ അർത്ഥങ്ങൾ തന്നെയാണ്. ഈ പാപാവസ്ഥയിൽ, കുമ്പസാരിക്കാത്ത അവസ്ഥയിൽ നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല. അത് സഭയുടെ പ്രബോധനമാണ്. എന്നാൽ ഈ വചനഭാഗത്ത് പൗലോസ് ശ്ലീഹ അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവരെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഇവിടുത്തെ ആദ്യത്തെ അർത്ഥം എന്നറിയാവോ? പ്രഥമമായി ഈ വചനഭാഗത്തിൻ്റെ അർത്ഥം സ്നേഹമില്ലാതെ വിശുദ്ധ കുർബാന ഭക്ഷിക്കുക, പാനം ചെയ്യുക. കൊറിന്തോസിലെ സഭയിൽ വലിയ ഭിന്നതകളായിരുന്നു. അവരെല്ലാം പരസ്പരം അടിയായിരുന്നു. എന്നിട്ട് വിശുദ്ധ കുർബാനയുടെ സമയത്ത് എല്ലാവരും വരുന്നു, വിശുദ്ധ കുർബാന ഭക്ഷിക്കുന്നു, പോകുന്നു. പൗലോസ് അപ്പോസ്തലൻ വളരെ നിശ്ചിതമായിട്ട് അവരെ വഴക്ക് പറയുകയാണ്. തന്മൂലം അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റു ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പലരും രോഗികളായിരിക്കുന്നതിനും ദുർബലരായിരിക്കുന്നതിനും മരിച്ചു പോയതിനും കാരണം ഇതാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന അയോഗ്യതയോടെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഭിന്നത സൂക്ഷിച്ചുകൊണ്ട് സ്നേഹമില്ലാതെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക എന്നുള്ളതാണ്. ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുന്നവർക്ക് എന്ത് കിട്ടുമെന്നാ ഈശോ പറഞ്ഞേ? ദൈവ മക്കളായിത്തീരും. നമ്മൾ ആദ്യമേ ദൈവ മക്കളാണ് നമ്മളെന്ന് പറഞ്ഞല്ലേ? ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ വളർത്തുന്ന കാര്യമാണ് സമാധാനം സ്ഥാപിക്കുക. വീട്ടിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ പൊരിഞ്ഞടി നടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിൽ കൈകൂപ്പി നിന്ന് കുർബാനയിൽ പങ്കുചേരുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. അയൽക്കാരുമായി ഭയങ്കര തർക്കം നടത്തിയിട്ട് പിറ്റേ ഞായറാഴ്ച വന്ന് കുമ്പസാരിക്കാതെ, അല്ലെങ്കിൽ ആ തർക്കം നിലനിർത്തിക്കൊണ്ട് അതിനെക്കുറിച്ച് അനുദപിക്കാതെ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നതിലും വലിയ പാപമാണ് ഇത് എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി എന്താ ചെയ്യണ്ടേ? പെട്ടെന്ന് ഒരു ദിവസം ചില തർക്കങ്ങളോ ഭിന്നതകളോ തീരുകയില്ല. നമ്മൾ നിരന്തരം സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അങ്ങേയറ്റം നമ്മൾ എളിമപ്പെട്ടുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തുകൊണ്ടാ ഈ ഭിന്നത ഈശോയുടെ ശരീരത്തിനെതിരെയുള്ള തെറ്റായിട്ട് തീരുന്നത്? ഈശോ സ്നേഹമാണ്. സഭാപിതാക്കന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സഭയാണ് വിശുദ്ധ കുർബാന നമുക്ക് നൽകുന്നത്. വിശുദ്ധ കുർബാനയാണ് സഭയെ സഭയാക്കി മാറ്റുന്നത്. ഈശോയുടെ ശരീരമാണ് നമ്മൾ സ്വീകരിക്കുന്നത്, അല്ലേ? നമ്മൾ ഈ ശരീരം സ്വീകരിക്കുമ്പോൾ നമ്മൾ ഒറ്റ
ഒറ്റ ശരീരത്തിൻ്റെ ഭാഗമായി തീരുകയാണ്. നമ്മൾ മാമോദീസായിലൂടെ ആരുടെ ഭാഗമായി തീർന്നു? ഈശോയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളായി തീർന്നു. അപ്പോൾ ഈ അവയവങ്ങൾ എല്ലാവരും ഈശോയെ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈശോയുടെ ശരീരത്തിൽ നിന്നുകൊണ്ട് ഞാൻ തൊട്ടടുത്തുള്ള ആളോട് വൈരാഗ്യം സൂക്ഷിക്കുമ്പോൾ, ഭിന്നത സൂക്ഷിക്കുമ്പോൾ അത് ഈശോയുടെ ശരീരത്തിനെതിരെയുള്ള ഗുരുതരമായ തെറ്റാണ്. പലപ്പോഴും നമുക്ക് വിശുദ്ധ കുർബാന അനുഭവമാകാത്തതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഈ വൈരാഗ്യവും വെറുപ്പും ഒക്കെയാണ്. അതുകൊണ്ട് ഇതിനെ ഒന്ന് കുറയ്ക്കാൻ, ഈ ഭിന്നതയൊന്ന് അകറ്റാൻ, സ്നേഹം കൊണ്ടുവരാൻ നമ്മെ പറ്റുന്നതിൻ്റെ പരമാവധി നമുക്ക് പരിശ്രമിക്കാം. സഭയിലെ പിതാക്കന്മാരെല്ലാം ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലൂടെയാണ് നിങ്ങൾ ഒറ്റ ശരീരമായി തീരുന്നത്. അതുകൊണ്ട് ഒരു ശരീരത്തിലെ അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എല്ലാവരോടും രമ്യതയിലായിരിക്കാൻ പരമാവധി പരിശ്രമിക്കാം. ഇന്ന് ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്തും തുടർന്ന് നമ്മൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞുമെല്ലാം ഈ ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷം നമുക്കുള്ള മറ്റുള്ളവരുള്ള ബന്ധങ്ങളിൽ, വീട്ടിലോ ആയിക്കോട്ടെ, അയൽക്കാരോടായിക്കോട്ടെ, മറ്റാരോട് ജോലി സ്ഥലത്തായിക്കോട്ടെ, ആരോടെങ്കിലുമൊക്കെ ഒരു അകൽച്ച നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ. വിശുദ്ധ കുർബാനയും നമുക്ക് അവരെ സമർപ്പിക്കാം. നമുക്ക് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, അല്ലേ? നമ്മൾ ചിലർ പറയും, എൻ്റെ അച്ഛാ ഞാൻ എന്തേറെ സ്നേഹിച്ചതാ, എന്തേറെ ഉപകാരം ചെയ്തതാ, എന്നിട്ട് എന്നോട് ഇങ്ങനെ പെരുമാറിയല്ലോ. അപ്പം ശരിയാണ്, നമുക്ക് ക്ഷമിക്കുക എന്നുള്ളത് സാധാരണ ഒരു മനുഷ്യന് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ സാധാരണ മനുഷ്യരല്ല, ദൈവമക്കളാണ്. ദൈവമക്കൾക്ക് ക്ഷമിക്കാൻ പറ്റും. അതുകൊണ്ട് ദൈവം നമുക്ക് സവിശേഷമായി ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം സ്നേഹിക്കാനുള്ള കൃപ കൊടുക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലുമൊക്കെ ക്ഷമിക്കാനുള്ള മേഖലയിൽ കുറവുകൾ കടപ്പുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് മുതൽ വിശുദ്ധ കുർബാനയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അവരെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കണം. നോക്കിക്കോ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പലപ്പോഴും കാണുമല്ലോ, വലിയ അത്ഭുതങ്ങൾ എപ്പോഴാണ് സംഭവിക്കുന്നത്? കുമ്പസാരിച്ച് കഴിഞ്ഞ് അനുതാപത്തോടെ ഈ അനുരഞ്ജനത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24 വാക്യങ്ങൾ നമുക്കൊന്ന് എടുക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24. നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക. ഇത് ചെറിയ ഒരു കാര്യമല്ല. ഈശോ പറയുന്നത് നമുക്ക് ശത്രുത തോന്നുന്നവരെ കുറിച്ചല്ല. നമ്മളോട് ആർക്കെങ്കിലും ഒരു അകൽച്ച തോന്നിയിട്ടുണ്ടെന്ന് നീ ഓർത്താൽ, നോക്കിക്കേ, അനുരഞ്ജനം എന്നുള്ളത്, രമ്യത എന്നുള്ളത് എത്ര വലിയ കാര്യമായിട്ടാണ് സുവിശേഷം അവതരിപ്പിക്കുന്നത്. നോക്കിക്കേ, രമ്യതയിൽ, ഐക്യത്തിൽ നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴാണ് വിശുദ്ധ കുർബാന അഭിഷേകമായിട്ട് മാറുന്നത്, നമുക്ക് വലിയ കൃപയുടെ അവസരമായിട്ട് മാറുന്നത്. പ്രിയമുള്ളവരെ, മാർപ്പാപ്പമാർക്ക് ധ്യാനം പ്രസംഗിക്കുന്ന, അവർക്ക് അവരുടെ ആത്മീയപിതാവായിട്ട് ഒക്കെ വർത്തിക്കുന്ന ഒരു കർദിനാളായിരുന്നു. പ്രത്യേകിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയും ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പയുടെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും ഒക്കെ ധ്യാന പ്രസംഗകനായിരുന്നു കർദിനാൾ റെനിയേരോ കന്തലമെസ എന്ന് പറയും. കർദിനാൾ റെനിയേരോ കന്തലമെസ അദ്ദേഹം ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: ഈശോയോട് കൂടുതൽ ആഴമുള്ള സൗഹൃദമോ അവിടുത്തെ ക്ഷമയോ എന്തെങ്കിലും ഒരു പ്രത്യേക കൃപയോ ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈശോയുടെ വലിയ സ്നേഹത്തിൽ സൗഹൃദം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, വലിയൊരു കൃപ കിട്ടണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് പ്രാപിക്കാനുള്ള സുഗമമായ മാർഗം, എളുപ്പമുള്ള വഴി, നമുക്ക് ബുദ്ധിമുട്ടുളവാക്കുന്ന പ്രത്യേക സഹോദരനെയോ സഹോദരിയോ ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ ഈശോയോട് കൂടെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. കുർബാനയിൽ അവരെ സമർപ്പിച്ച്, ഈശോയെ, വിശുദ്ധ കുർബാനയിലൂടെ നീ എൻ്റെ ഉള്ളിൽ വരുമ്പോൾ, ഞാൻ നിൻ്റെ ഉള്ളിൽ വരുമ്പോൾ അയാളെയും കൂടി ഒന്ന് കൊണ്ടുവന്നേക്കണേ. ഈശോയുടെ കൂടെ അയാളെയും കൂടെ കൊണ്ടുവരാനായിട്ട് ഈശോയോട് ആവശ്യപ്പെടുകയാണ്. ഈശോയെ, നിന്നോട് കൂടി ഇന്ന വ്യക്തികളെ ഉള്ളിൽ ഞാൻ സ്വീകരിക്കുന്നു, നിന്നോടൊപ്പം അവരെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കും,
നീ വരുമ്പോൾ അവരെ കൂടെ കൊണ്ടുവന്നാൽ എനിക്ക് വളരെ സന്തോഷമാണ് എന്ന് അവിടുത്തോട് പറയുക. ഈ ചെറിയ പ്രവൃത്തി, അദ്ദേഹം പറയുകയാണ്, ഈ ചെറിയ പ്രവൃത്തി ഈശോയ്ക്ക് വളരെയേറെ പ്രീതികരമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാർപ്പാപ്പയെ ധ്യാനിപ്പിക്കുന്ന കർദിനാൾ പറഞ്ഞ കാര്യമാണ്. ആരോടെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്കുള്ളിലുണ്ടെങ്കിൽ, നമ്മളോട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ നമ്മൾ വിശുദ്ധ കുർബാനയിൽ അവരെ സമർപ്പിക്കുക. ഈശോയോട് പറയുക, ഈശോയെ നീ ദിവ്യകാരുണ്യമായി എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവരെ കൂടെ കൊണ്ടുവരണം. എൻ്റെ ഉള്ളിൽ നീ വരുമ്പോൾ അവരെയും കൂടെ എൻ്റെ ഉള്ളിൽ നീ സൂക്ഷിക്കണം. ഈശോയ്ക്ക് ഏറ്റവും രമ്യത സ്ഥാപിക്കുക, സമാധാനം സ്ഥാപിക്കുക, ദൈവമക്കളാണ് നമ്മളെന്ന് തെളിയിക്കുന്ന ഒരവസരമാണ് അത് നമ്മൾ തിരിച്ചറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ക്ഷമയും ബലിയർപ്പണവും ചേർന്ന് പോകുന്നതാണ്. അത് രണ്ട് കാര്യങ്ങളായിട്ട് മാറി നിൽക്കുന്ന കാര്യങ്ങളല്ല. പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ കുർബാനക്രമത്തിൽ നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന അത് ആദ്യമേ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ, കഴിഞ്ഞു പോയ കാര്യമായിട്ട് അവതരിപ്പിക്കുന്നത്, ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് നമ്മൾ പറയുന്നുണ്ടല്ലേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. മലങ്കര ക്രമത്തിൽ ഇപ്രകാരം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ലത്തീൻ കുർബാന ക്രമം ആരംഭിക്കുന്നത് തന്നെ അനുരഞ്ജനത്തിനുള്ള ആഹ്വാനത്തോടെയാണ്. നിങ്ങളെല്ലാം പരസ്പര രമ്യതയിലാകാൻ പറഞ്ഞുകൊണ്ടാണ് ലത്തീൻ കുർബാന ക്രമവും ആരംഭിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാന നമുക്ക് അനുഭവേദ്യമായി തീരാൻ, ഫലദായകമായി തീരാനുള്ള അടിസ്ഥാന യോഗ്യതയാണ് നമ്മളെല്ലാവരോടും രമ്യതയിലായിരിക്കണമെന്നുള്ളത്. നമ്മുടെ സീറോ മലബാർ കുർബാന ആരംഭിക്കുന്നത് അന്നാ പെസഹ തിരുനാളിൽ നമ്മൾ പാടിക്കഴിയുമ്പോൾ എന്നാ തിരിച്ച് പറയുന്നത്, ജനം പറയുന്നത് അനുരഞ്ജിതരായി തീർന്നു. എല്ലാ ദിവസവും നമ്മൾ പാടുന്നുണ്ടല്ലേ, അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിയിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണയ്ക്കാം. തിരുമുൻപാകെ അണയ്ക്കുന്നതിന് മുമ്പ് അനുരഞ്ജിതരായി തീരാമെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ആ വലിയ സത്യം അവിടെ ഒരു പാട്ടായിട്ട് നമ്മൾ പാടിപ്പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായോ എന്ന് ഒരു ആത്മശോധന നടത്താൻ കൂടി ഈ അവസരത്തിൽ പ്രിയമുള്ളവരെ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവം നമ്മളോട് ഈ മണിക്കൂറിൽ സംസാരിച്ചത്, ദൈവം നമ്മളോട് കാണിച്ച സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമായ വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ അണയുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ആന്തരിക മനോഭാവങ്ങളെക്കുറിച്ചാണ്. ഈശോ തന്നെ നൽകിയതാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് വിശുദ്ധ കുർബാനയോടുള്ള വലിയ സ്നേഹത്തിൽ നമുക്ക് വളരാം. ഈ സ്നേഹത്തിൽ നമ്മൾ വളരുമ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ ദൈവമക്കളുടെ ഈ ഒരു സ്ഥാനത്ത് ഓരോ ദിവസവും വളർത്തപ്പെടുമെന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ ദൈവം അതെല്ലാം പരിഹരിച്ച് നമ്മളെ തൻ്റെ മക്കളുടെ ആ ഒരു തലത്തിലേക്ക് ഉയർത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കെല്ലാവരോടും സ്നേഹത്തോടെ വർത്തിക്കാനായിട്ട് പരിശ്രമിക്കാം. ഒപ്പം വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒരു നല്ല ബലിയർപ്പണത്തിൻ്റെ ഒരു യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് അറിയാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തണം. എവിടെയൊക്കെ വിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങളുണ്ടോ അവിടെയെല്ലാം നമ്മുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് അറിയാൻ പരിശ്രമിക്കണം. നമുക്ക് അറിയുന്ന ഒരു കാര്യത്തെ മാത്രമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അല്ല, നമ്മൾ വഴിയെ പോകുന്ന ആരോടും ഞാൻ നിന്നെ അഗാധമായി സ്നേഹിക്കുന്നു എന്ന് പറയാറില്ല. നമുക്ക് ആ വ്യക്തിയെ അറിയത്തില്ല. ഒരമ്മ മകനെ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സുഹൃത്തുക്കളുണ്ട്, അവരെ നമ്മൾ അറിയുന്നുണ്ട്. ഈ അറിവിൽ നമ്മൾ വളരുന്തോറും നമുക്ക് സ്നേഹം ആഴപ്പെടും. അതുകൊണ്ട് ഈശോയോടുള്ള വലിയ സ്നേഹം, നമ്മുടെ വിശുദ്ധ ദിവ്യകാരുണ്യനാഥനുള്ള സ്നേഹം വളരണമെങ്കിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നമ്മൾ ഈശോയെക്കുറിച്ച്, ദിവ്യകാരുണ്യനാഥനെക്കുറിച്ച് അറിയാനായിട്ട് പരിശ്രമിക്കണം. അത് ആത്മാവിലും സത്യത്തിലും ഈശോയെ ആരാധിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഉയർത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കൊരു പ്രാർത്ഥനയായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് അറിയാൻ, ആഴത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കാൻ നീ എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മൾ തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവം നമുക്ക് പുതിയ വാതിലുകൾ തുറന്നു തരും. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാമത്തെ വാക്യം. വിളിക്കുക,
പറയുക, ഞാൻ നിനക്ക് മറുപടി തരും. ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. വിശുദ്ധ കുർബാന വലിയ രഹസ്യമാണ്. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യമാണ്. പക്ഷെ ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിച്ചാൽ വിശുദ്ധ കുർബാനയുടെ വലിയ രഹസ്യങ്ങൾ ദൈവം നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് പൂർണ്ണമായും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ വിട്ടുകൊടുത്തുകൊണ്ട്, നമുക്ക് ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട്, വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഇപ്പം നമ്മൾ കേട്ട പ്രബോധനങ്ങളെല്ലാം വലിയ രഹസ്യങ്ങൾ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ അതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് നമ്മുടെ ഹൃദയത്തെ പരിവർത്തനപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വരാം. റോമാലേഖനം 8:29 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഈശോയുടെ സാദൃശ്യത്തിലോട്ട് അനുരൂപപ്പെടുക. നമ്മളിങ്ങനെ ഓരോ ദിവസവും ഒരേ അവസ്ഥയിൽ തുടരുന്നതിൻ്റെ അർത്ഥം നമ്മൾ മരിച്ചു പോയെന്നാണ്, അല്ലേ? മാറ്റമില്ലാതെ ഇങ്ങനെ ഇരിക്കുക. നമ്മൾക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവണം. നമ്മൾ കേൾക്കുന്ന വചനം ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ നിന്ന് പോകും, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കേട്ട വചനം, പ്രത്യേകിച്ച് രമ്യതയുടെ ജീവിതം നയിക്കുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് കൃപയാചിക്കാം. വിശുദ്ധ കുർബാന നമുക്ക് വലിയ അനുഭവമായി തീരട്ടെ. ദൈവത്തെ തൊടുന്ന അനുഭവം, ദൈവത്തെ പൂർണ്ണമായി അനുഭവിക്കുന്ന അനുഭവം ഓരോ വിശുദ്ധ കുർബാനയും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആരാധനയുടെ നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കാം.